പക്ഷേ ഇടയിൽ കയറരുത്. അത് ഓക്കെ ആണോ? ബ്രദറെ പറയൂ. പറഞ്ഞ കണ്ടീഷൻ കേട്ടില്ലേ? ബുള്ളറ്റ് പോയിന്റ് പറയുക. കാരണം ഇത് നോട്ട് ചെയ്യണം. ഇത് നോട്ട് ചെയ്യണം. അല്ല താങ്കൾ പറയുന്നത് പോലെ താങ്കൾ 1, 2, 3 എന്ന് പറഞ്ഞ് താങ്കൾ പറയണം. എങ്കിലേ ഞങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബ്രദറെ നജുബദർ കുറെ കാര്യം പറയുന്നു. ഇത് എഴുതി വെച്ച് നടക്കില്ല. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇന്നത് പറഞ്ഞു. താങ്കൾ അതിന് വേണമെങ്കിൽ 2 മിനിറ്റ് വിശദീകരണം കൊടുത്തോളൂ, കുഴപ്പമില്ല. ആ ഒന്നാമത്തെ പോയിന്റ് പറയൂ. ഒരു പോയിന്റ് പറഞ്ഞു, ആ പോയിന്റ് 2 മിനിറ്റ് വിശദീകരണം. ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങള് മുഹമ്മദ് നബിയുടെ ഒരു 10 മാതൃകകളാണ് ബ്രദർ നജീബ് പറയാൻ പോകുന്നത്. ഈ 2022 ഈ 21ാം നൂറ്റാണ്ടില് മനുഷ്യന് പ്രാപ്യമായ അല്ലെങ്കിൽ മനുഷ്യന് പാലിക്കാൻ പറ്റുന്ന മുഹമ്മദ് നബിയുടെ 10 മാതൃകകളാണ് ഇദ്ദേഹം പറയാൻ പോകുന്നത്. ആ ഒരു മാതൃക അദ്ദേഹം ക്ലെയിം ചെയ്താൽ ഒരു മാതൃകയ്ക്ക് 2 ലക്ഷം രൂപ വെച്ച് 10 മാതൃകയ്ക്ക് 20 lakh rupees വിതിൻ മിനിറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ സാക്ഷി പറയുന്നു. അതിന് ഞങ്ങൾ റെഡിയാണ്. സോ ഇതാണ് കണ്ടീഷൻ. ഒന്നാമത്തെ പോയിന്റ് പറയൂ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എഴുതിട്ടോ. പ്രവാചകൻ വിവാഹിതനായിരുന്നു, 1-ലധികം വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളും പലരും വിവാഹിതരാണ്. നമ്മളെല്ലാം അധികവും ഏകപത്നിമാരാണ് നമുക്കൊക്കെ ഉള്ളത്. ഈ ഒരു ഏകപത്നി ആയിരുന്നിട്ട് പോലും നമ്മളൊക്കെ ഒരു ഭാര്യയോടുള്ള ധർമ്മം നമ്മൾ എത്രത്തോളം നിർവഹിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം നീതി പാലിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് തന്നെ സംശയമാണ്. എന്നാൽ പ്രവാചകന്റെ പ്രത്യേകത, അദ്ദേഹം ഒരേ സമയം 9 ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവിതത്തിൽ 11 ഭാര്യമാർ കടന്നു വന്നിട്ടുണ്ട്. ഒരു വിവാഹമോചനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരിക്കൽ പോലും അദ്ദേഹം ഭാര്യമാരോട് അനീതി കാണിച്ചിട്ടില്ല. കൃത്യമായിട്ട് നീതി പുലർത്തുന്ന ഒരാളായിരുന്നു പ്രവാചകൻ. നമ്പർ 1. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നജീബ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. താങ്കൾ ഈ പറയുന്നത് ഞാൻ എഴുതട്ടെ. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഇതാ ഇവിടെ താക്കോപാസ് തരാം. ഞാൻ ഇതാണ് താങ്കൾ പറഞ്ഞത് പ്രവാചകൻ. ഞാൻ പറയും എന്റെ പൊന്നു സഹോദരൻ, ഞാൻ തരാം താങ്കൾക്ക്. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യും. തരാം. താങ്കൾ പറഞ്ഞത് പ്രവാചകൻ 1-ലധികം വിവാഹിതനായിരുന്നു. 9 ഭാര്യമാരോടും ഉണ്ടായിരുന്നു. പിന്നെ 11 ഭാര്യമാരുണ്ടായി. ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്തു. എല്ലാവരോടും തുല്യ നീതിയോടെ പ്രവർത്തിച്ചു. ഇതാണോ താങ്കളുടെ വാദം? ഇതാണോ? തുല്യ നീതിയോടെ പ്രവർത്തിച്ചു. ഇങ്ങനെയല്ലേ വാദം? അതെ. ഓക്കെ, ഞാൻ എഴുതട്ടെ. എനിക്കിതിന് ചാക്കോപാസ് എല്ലാത്തിനും നമുക്ക് വിശദീകരണം കൊടുക്കാം. പത്തെണ്ണം പറയട്ടെ. ഇത് എഴുതട്ടെ, നോട്ട് ചെയ്യട്ടെ. ടോഷബദറെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. ടോഷബദർ പറയുന്നത് തിരിയുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. ഇതിന് ബ്രദർ റെഫറൻസ് തന്നിട്ടില്ല കേട്ടോ. റെഫറൻസ് തന്നിട്ടില്ല. വിത്ത് റെഫറൻസ് ആണ് ഞങ്ങൾ ചോദിച്ചത്. നജീബ് ബ്രദർ ഇതിന് റെഫറൻസ് തന്നിട്ടില്ല. അപ്പൊ റെഫറൻസ് തരാതിരിക്കുന്നത് ശരിയല്ല. ഇതിന് റെഫറൻസ് തന്നെ പറയൂ. ഞാൻ റെഫറൻസ് എഴുതിയെടുക്കട്ടെ. റെഫറൻസ് എന്നോടൊപ്പം ചോദിക്കരുത്, ഞാൻ പുറത്താണുള്ളത്. ശരി. അപ്പൊ റെഫറൻസ് ഇപ്പൊ തൽക്കാലം തരുന്നില്ല, കുറച്ച് ഇപ്പൊ തരും. ഓക്കെ, അതിന് രണ്ടാമത്തെ പറഞ്ഞോളൂ. രണ്ടാമത്തെ ഒരു കാര്യം എഴുതിട്ടു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വിവാഹമോചനം ഉണ്ടായിട്ടുണ്ട്. വിവാഹമോചനം ഉണ്ടായ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ വിവാഹം നടക്കുന്നത് ആ പോയിന്റ് പറഞ്ഞിട്ട് വിശദീകരിച്ചു. ഞാൻ പോയിന്റ് എഴുതട്ടെ, അല്ലെ എനിക്ക് പോയിന്റ് കിട്ടാതെ. നിങ്ങൾ മൈക്കെടുക്കരുത്. നിങ്ങൾ മൈക്കെടുക്കരുത്. സെക്കൻഡ് പോയിന്റ് പറ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തോ? ഇല്ലല്ലോ, നിങ്ങൾക്ക് 20 ലക്ഷം രൂപ തരുന്ന കേസാണത്. ഞങ്ങളത് കൃത്യമായിട്ട് പഠിക്കില്ലേ? നിങ്ങൾ 20 ലക്ഷം രൂപ തരുന്നതാണ്. ഇവിടുത്തെ സഹോദര കേൾക്കൂ. നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് പോയാൽ 20 ലക്ഷം രൂപ കിട്ടത്തില്ല. ഇത് വിത്തിൻ 2 മണിക്കൂറിൽ നിങ്ങൾക്ക് 20 ലക്ഷം തരാൻ നിൽക്കുന്നത്. അത് വെറുതെ മേടിച്ചിട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ. 2 വർഷം കഴിഞ്ഞ് പോയാൽ 20 ലക്ഷം രൂപ കിട്ടത്തില്ല. ഇത് 2 മണിക്കൂർ 20 ലക്ഷം രൂപ തരുന്ന കേസാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആദ്യത്തെ റെഫറൻസ് തന്നിട്ടില്ല. രണ്ടാമത്തെ റെഫറൻസ് സഹിതം പറയൂ. പോയിന്റ് ആദ്യം പറഞ്ഞിട്ട് വിശദീകരിക്കും. ഞാൻ അങ്ങനെ ആദ്യം പറഞ്ഞു. നിങ്ങൾ ആദ്യം പോയിന്റ് പറയണം, പിന്നെ 2 മിനിറ്റോ 1 മിനിറ്റോ വിശദീകരണത്തിന് രണ്ടാമത്തെ പോയിന്റ് പറയും. എഴുതട്ടെ. നിങ്ങളെ ഇനി മൈക്ക് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ സംസാരിക്കുന്നില്ല. കാരണം ആദ്യം നമുക്ക് ഒരു റിസൾട്ട് കിട്ടില്ല. അതിന് നിങ്ങൾ നബിയുടെ ജീവിതം നിങ്ങൾ പഠനത്തിൽ വെച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ. നമ്പർ 1 പറഞ്ഞല്ലോ. നമ്പർ 2 എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ പിന്നീട് അത് കൗണ്ടർ ചെയ്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അത് ഷോർട്ട് ആയിട്ട് നിങ്ങൾ എഴുതിയെടുത്തു. പക്ഷെ നിങ്ങൾ മൈക്ക് എടുക്കില്ല. ഓക്കെ ആണോ? നിങ്ങൾ പോയിന്റ് പറയൂ സഹോദര. എന്നാലും ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പോയിന്റ് പറയണം, എന്നാലും എനിക്ക് എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ്, ഇന്നതാണ് പോയിന്റ്, അതിന് 1 മിനിറ്റ് 2 മിനിറ്റ് വിശദീകരിച്ചോളൂ. എന്നാലും ഇത് നമുക്കിത് കൃത്യമാകത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറയും. എഴുതിയെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതിയെടുത്തോളൂ. പക്ഷെ ഞാൻ പറയുന്നതിൽ നിങ്ങൾ മൈക്ക് എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പറ്റില്ല. എനിക്ക് 10 നജീബോട് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊരു ഡിബേറ്റ് ആണ് നജീബ്. ഇത് നിങ്ങൾക്ക് 20 ലക്ഷം രൂപ വെച്ചോണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റ് ആണ്. ആ ഡിബേറ്റ് നിങ്ങൾ പറയുമ്പോൾ വളമല്ല പറയേണ്ടത്. ഇവിടെ നിങ്ങൾ കോടതിയിൽ പോയി ലെറ്റ് മീ കംപ്ലീറ്റ്
കോടതിയിൽ പോയി മൊഴി കൊടുക്കുമ്പോൾ നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജഡ്ജിന് എഴുതിയെടുക്കാൻ സ്പീഡ് കുറച്ച് നിങ്ങൾ പോയിന്റാണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പേനയും പേപ്പറായിട്ടിരിക്കുക. ഒരു പോയിന്റ് 2 ലക്ഷം രൂപ തരുന്ന നിസ്സാര പൈസയല്ല, 20 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇപ്പൊ തരാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ പറയുന്നത് നോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കണം, അതിന് ക്രിസ്പായി പറയണം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ചുമ്മാ വെറുതെ ഇങ്ങനെ സംസാരിച്ച് താങ്കൾ വിദ്യാഭ്യാസമുള്ള ആളല്ലേ, താങ്കൾ അതിന്റെ ഗൗരവം. ഞാനേ ഒന്നാമത്തെ പോയിന്റില് നബി ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുന്നവനായിരുന്നു എന്ന് എത്ര വിശദീകരിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് അത് മുഴുവൻ എഴുതിയിരിക്കേണ്ട ആവശ്യം പോലും. നിങ്ങൾക്ക് നബി നീതി കാണിച്ചിട്ടില്ല എന്നുള്ള സംഭവം അത് ഞാൻ സമ്മതിച്ചല്ലോ, ഞാൻ എഴുതി വെച്ചു. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ മതി, ഞാൻ അത് എഴുതി വെച്ചല്ലോ. രണ്ടാമത്തെ പോയിന്റ് പറ. രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൂടെ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് അത് മുഴുവൻ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ മൈക്കെടുക്കാനായിട്ട് കാരണം പറയുന്നത്? അതാ ഉദ്ദേശിച്ചത്. ശരി ശരി, താങ്കൾ പറയും, മുഴുവൻ പറയും. ഒരു കാര്യം ചെയ്യാം, 4:11, 4:20 വരെ പറഞ്ഞോളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. 4:11 4:20 വരെ 10 പോയിന്റ് താങ്കൾ പറഞ്ഞു. ഞാൻ ആരും മിണ്ടുന്നില്ല, എന്നാലും താങ്കൾ പറയുമല്ലോ. വിത്ത് റെഫറൻസ് തരണേ. ഇല്ല റെഫറൻസ് ഉണ്ടാവില്ല. ഞാൻ റെഫറൻസ് ഉണ്ടാവില്ല. റെഫറൻസിനകത്ത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുന്നത്, ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് നിങ്ങൾ പറഞ്ഞോളൂ. റെഫറൻസ് ഇല്ലാത്തതാണെന്ന് പറഞ്ഞോളൂ. നമുക്ക് പിന്നെ റെഫറൻസ് അറിയുന്ന ആളുകൾ താഴെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തോളും, കുഴപ്പമില്ല. എന്താണ് നമുക്ക് പറയാനുള്ളത്? അല്ല നജീബിനെ, താങ്കൾ ഇപ്പോൾ റെഫറൻസ് ഇല്ലാതെ താങ്കൾ എഴുതി വെച്ച ഇത് ഞങ്ങളിത് വെറുതെ ഒരു വാദമാണോ? 20 lakhs തരുന്ന ഇടപാടല്ലേ? റെഫറൻസ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കേണ്ടി വരും. ഞാൻ പുറത്താണുള്ളത്. റെഫറൻസ് വേണം. ഏതായാലും താങ്കൾ എന്തായാലും കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞതാണല്ലോ, താങ്കൾ ഒരു 10 മിനിറ്റ് 4:12 4:22 വരെ എന്തായാലും സംസാരിക്കും. അതിനുശേഷം നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും നിങ്ങൾ 10 ഗുണം പറയും. ഒന്നാമത്തെ എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ ഞാൻ എഴുതിക്കോളാം. ഓക്കെ, അതൊരു മര്യാദയാണ്. കാരണം നമ്മൾ ഒരു ചർച്ചയിൽ നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാമല്ലോ. പറയാനുള്ളത് എന്താണെന്ന് അറിയാലോ എന്തായിരുന്നാലും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, നബിയുടെ ജീവിതത്തിൽ ഒരു വിവാഹമോചനം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. എന്താണ് നബിയുടെ ആ ഒരു വിവാഹമോചനം? ആ വിവാഹം നടന്നത് ഭാര്യയുടെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ സമ്മതം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അവർക്ക് അതിൽ തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് മനസ്സിലായി. നബി ഒരിക്കലും പിന്നീട് അവരെ നിർബന്ധിക്കാനോ കാര്യങ്ങൾക്കോ നിന്നിട്ടില്ല. മാന്യമായിട്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞയച്ചു. അത് നബിയുടെ ജീവിതത്തിലുള്ള വലിയൊരു മാതൃകയാണ്. ഇന്നത്തെ കാലത്ത് വിവാഹമോചനത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും നമുക്ക് പറ്റും. ഏത് ഭാര്യ എന്നുള്ള ചോദ്യം ഏത് ഭാര്യ എന്നുള്ളത് നമുക്ക് ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം. അല്ലല്ല, സൗദി. ഞാൻ ചോദിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് അല്ലേ പറഞ്ഞത്? ആദ്യത്തെ പോയിന്റ് ഇതുവരെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. ശരി, രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയും. മൂന്നാമത്തെ പോയിന്റ് ഇതുവരെ തെളിവ് തന്നിട്ടില്ല, ഏത് സ്ത്രീയാണ് വിട്ടതെന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും മൂന്നാമത്തെ താങ്കൾ പറഞ്ഞോളൂ, ഞങ്ങൾ എന്തായാലും കേൾക്കട്ടെ. ഓക്കെ. ഇനി ഒരു ഡിബേറ്റിന് വരുമ്പോ ഒന്ന് ആലോചിച്ചോ, ഒരു മാതൃക ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന പ്രവാചകന്റെ ഒരു മാതൃക പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് ക്രിസ്ത്യാനികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരൊറ്റ മാതൃകയ്ക്ക് 2 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ അതിന്റെ ഉത്തരം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തമായ, കൃത്യമായ, സത്യസന്ധമായ റഫറൻസ് വേണ്ടേ? അപ്പോ ഈ സംവാദത്തിന് വന്നിരിക്കുന്ന ആളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹം ആദ്യം പറഞ്ഞ ഖുർആൻ വചനം പോലും തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഏത് രൂപത്തിലുള്ള ഡിബേറ്റിനാണ് പോകുന്നത്? നമ്മൾ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് എതിരാളിക്ക് പറ്റണ്ടേ? അങ്ങനെയുള്ള ഒരാളുമായിട്ട് സംവദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. റഫറൻസ് ഇല്ല, ഞാൻ യാത്രയിലാണ്, തെളിവ് പിന്നെ തരാം. 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് വന്നിരിക്കുക. മൊത്തം 20 ലക്ഷം രൂപ നേടാൻ വേണ്ടി പ്രവാചകന്റെ 10 മാതൃകകളുമായിട്ട് വന്നതാ. ഒന്നാമത്തെ മാതൃക തന്നെ 1 മിനിറ്റ് കൊണ്ട് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പ്രവാചകൻ 1-ലധികം വിവാഹം കഴിച്ചു, നമ്മൾ 1 കഴിച്ചുള്ളൂ. ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നു, 11 വിവാഹങ്ങൾ കഴിച്ചു. എല്ലാവരോടും തുല്യനീതി നടപ്പിലാക്കിയ പ്രവാചകൻ. ഖുർആൻ തന്നെ പറഞ്ഞത് നിനക്ക് നീതി പാലിക്കാനാവില്ല എന്നാ. തെളിവായില്ലേ? നീ എത്ര ആഗ്രഹിച്ചാലും ശരി, നീ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ നിനക്കാവില്ല. അതുകൊണ്ട് 1 മതി. ഖുർആൻ പറഞ്ഞതാ, 1 മതിന്ന്.
ഈ പ്രവാചകൻ ഭാര്യമാരോട് നീതി പുലർത്തിയിരുന്നെങ്കിൽ 2 ചേരിയായിട്ട് പ്രവാചകന്റെ ഭാര്യമാര് തിരിയുമായിരുന്നില്ല. പ്രവാചകന്റെ ഭാര്യമാർ 2 ചേരിയിലായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു ഫൈറ്റ്. ഒരു വിഭാഗം ഒരു ചേരിയിൽ, മറുവിഭാഗം മറുചേരിയിൽ. നീതിയെക്കുറിച്ച് പറഞ്ഞല്ലോ ഖുർആനില്. തഹ്രീം എന്നൊരു അധ്യായമുണ്ട്. ആ തഹ്രീം എന്ന അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ തന്നെ പ്രവാചകന്റെ ഭാര്യമാരോടുള്ള നീതിബോധം അള്ളാഹു തന്നെ പൊളിച്ചടുക്കി. പ്രവാചകൻ അന്ന് ഹഫ്സയ്ക്കു വേണ്ടി, ഉമറിന്റെ മകളായ ഹഫ്സയ്ക്കു വേണ്ടി വിഹിതം ചെയ്യപ്പെട്ട ദിവസമായിരുന്നു. വാപ്പ വിളിക്കണമെന്ന് പറഞ്ഞ് നോണ പറഞ്ഞ് ഹഫ്സയെ പറഞ്ഞു വിട്ടു. ആ സമയം കൊണ്ട് മാരിയത്തുൽ ഖിബ്തി എന്ന് പറയുന്ന പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് ഹഫ്സ കണ്ടുകൊണ്ടുവന്നു. ഹഫ്സ ബഹളമുണ്ടാക്കി. ഇന്ന് എനിക്ക് വേണ്ടി വീതം വെച്ച ദിവസം എന്റെ വീട്ടിൽ വെച്ച് തന്നെ വേണമായിരുന്നോ നിങ്ങൾക്കിത് എന്ന് ചോദിച്ച് ഹഫ്സ ബഹളമുണ്ടാക്കിയപ്പോൾ ഇനി ഒരിക്കലും ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന മുഹമ്മദിനെയാണ് തഹ്രീമിന്റെ 1-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു കാണിച്ചു തരുന്നത്. ഒന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു കാണിച്ചു തരിക. ഇപ്പൊ എന്ത് മനസ്സിലായി? 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 52-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അതെ, നിനക്ക് ഭാര്യമാരില് നിനക്ക് ആരെങ്കിലും ഒരു അതൃപ്തി തോന്നിയാൽ അവരെ അങ്ങോട്ട് അകറ്റി നിർത്തിക്കോ. നിനക്കിഷ്ടമുള്ള ആളുകളെ നീ അടുപ്പിച്ചോ. ഇനിയും അകറ്റിയവരോട് നിനക്ക് അടുപ്പം തോന്നിയാൽ അവരെ നീ ഇങ്ങോട്ട് സ്വീകരിച്ചോ, കുഴപ്പമൊന്നുമില്ലാന്ന്. എന്തു മാതൃകയാണ് ഇതിനകത്തുള്ളത്. ഇത്രയും കല്യാണം കഴിച്ചു. ഈ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് 16 വയസ്സ്. ഈ പ്രവാചകൻ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യമാരെ മറ്റാരും വിവാഹം കഴിക്കരുത് എന്ന് ഖുർആനിൽ വചനം. ഇദ്ദേഹം വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് എന്നാണ് തള്ളിമറിക്കൽ. നിൽക്കട്ടെ, ബാക്കി കുറച്ചുകൂടി ഒന്ന് കേൾക്കാം. പ്രവാചകന്റെ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ലഹരി ബാധിക്കുന്ന അല്ലെങ്കിൽ ലഹരി എല്ലാ ലഹരിയും അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചു. അതിന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് ഈത്തപ്പനയിൽ നിന്ന് എടുക്കുന്ന വീഞ്ഞ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അത് കൊണ്ടുവരാൻ പറയുകയും അത് ലഹരി ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ലഹരി ഉള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുകയും എന്നിട്ട് കുടിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള മെസ്സേജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് കൊടുത്തു. പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇദ്ദേഹം ഇതൊന്നും റഫറൻസ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. എം അക്ബർ പറഞ്ഞു പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാനും ലക്ഷദ്വീപിൽ പോയ സമയത്ത് കള്ളു കുടിച്ചു എന്നൊക്കെ അദ്ദേഹവും പറയണം. നമ്മൾ കേട്ടില്ലേ? ഹലോ, കൃത്യമാണ്. 3 കഴിഞ്ഞു. താങ്കൾ ഇതിനൊന്നും റെഫറൻസ് ഇല്ല. പറയട്ടെ, അങ്ങനെ പറയട്ടെ. റെഫറൻസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് റെഫറൻസ് വേണമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റെഫറൻസ് തരും. ഇതെല്ലാം കഴിയുമ്പോൾ റെഫറൻസ് തരും. ഏതായാലും 3 കഴിഞ്ഞു. 4-ാമത്തെ ഒന്ന് പറയും. 4-ാമത്തെ മുതൽ തുടങ്ങും. ഹലോ, കേൾക്കാം സഹോദര. നജീബ് ബ്രദറെ പറയുന്നത് കേൾക്കാം. താങ്കൾ പറയുന്നത് കേൾക്കാം. പറഞ്ഞോളൂ. 3 പറഞ്ഞു. 4-ാമത്തെ പറഞ്ഞോളൂ. ഓക്കെ. പ്രവാചകൻ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്കിടയിൽ യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴല്ലാതെ അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ലെന്നും അതിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും വധിക്കാൻ പാടില്ല എന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്ന ഒരു പ്രവാചകൻ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ മിനിറ്റ്, ഞാൻ എഴുതിക്കോട്ടെ. കഴിഞ്ഞോ? അടുത്ത പറഞ്ഞു. അടുത്ത 4. ഇനി 5-ാമത്തെ പറഞ്ഞു. 5-ാമത്തെ പറയൂ നജീബ്. 5-ാമത്തെ പറയും. ഹലോ, പറഞ്ഞു. 4 പറഞ്ഞു. അതായത് മനുഷ്യർക്കിടയിൽ യുദ്ധ സാഹചര്യം ഉണ്ടെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുത്, അങ്ങോട്ട് ചെന്ന് ആക്രമിക്കരുത്. അതാണ് 4-ാമത്തെ പോയിന്റ്. 5-ാമത്തെ പോയിന്റ് പറയും. ഓക്കെ. പ്രവാചകൻ പറയാണ്, നമ്മൾ
നമ്മളുടെ വിശ്വാസം കാര്യങ്ങൾ ഇതൊന്നല്ല മാനദണ്ഡം. നേരെ മറിച്ച് മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന എല്ലാ സമയത്തും കൊടുക്കണം. വിശ്വാസം അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഒരിക്കലും നിർബന്ധിക്കേണ്ട കാര്യമല്ല. ഒരിക്കലും മറ്റുള്ള ആളുകളെ നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരരുത്. മതപരിവർത്തനം ഒരിക്കലും ചെയ്യാൻ പാടില്ല, നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രവാചകൻ കൃത്യമായിട്ട് പഠിച്ചു. അതിന് റെഫറൻസ് ഇല്ലല്ലോ. ഇല്ല. വർഗീസ് സാർ അദ്ദേഹം റെഫറൻസ് എല്ലാം അവസാനം തരും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പുറത്തായതുകൊണ്ട് റെഫറൻസ് എടുക്കാൻ ബുദ്ധിമുട്ട്. ആ സമയത്ത് അദ്ദേഹം ലാസ്റ്റ് റെഫറൻസ് ഒക്കെ തരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അപ്പൊ നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ്. ഓക്കെ, അടുത്തത്. മൈക്കെടുത്ത് ചിരിക്കാനും നിൽക്കണ്ട. ഇല്ല, വർഗീസ് സാറെ ചിരിക്കരുത് കേട്ടോ, അദ്ദേഹം കാര്യമായിട്ട് സംസാരിക്കണം. വർഗീസ് സാറെ ചിരിക്കരുത്. കേട്ടോ അപ്പൊ അത് എഴുതില്ലേ? പറയുന്നല്ലേ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ശരി. ഇതേപോലെ തന്നെ മതമോ ജാതിയോ മറ്റുള്ള കാര്യങ്ങളോ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അയൽവാസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യവിശ്വാസിയായ അയൽവാസി എന്നല്ല പറഞ്ഞത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു കൊണ്ടുവന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ താക്കീതും ഉപദേശവും നൽകിയ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി. ഉസ്താദ് ഇത് കണ്ടില്ല. അതായത് അയൽവാസി പട്ടിണി കിടന്നാൽ എനിക്ക് മനസ്സിലായി. മതമോ ജാതിയോ എന്നതല്ല, അയൽവാസി പട്ടിണി കിടന്നാൽ ബാക്കിയൊന്നും പറയാമോ? അതെ, അയൽവാസി എന്നാണ് പറഞ്ഞത്, അല്ലാതെ മതം